നമുക്ക് അവരെ പോലെ അതില്ലല്ലോ ഇതില്ലല്ലോ ഇവരെ പോലെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് നമ്മുടെ കുറവുകൾ മാത്രം ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും ലൈഫ് നമ്മൾ വിഷമിച്ച് ജീവിക്കാനേ പാടില്ല. നിങ്ങൾക്ക് മാറാ രോഗങ്ങളോ അല്ലെങ്കിൽ മാരകമായ അസുഖങ്ങളോ ഒന്നുമില്ലാതെയാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലും വലിയ ഭാഗ്യം വേറൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവത്തിനോട് നന്ദിയാണ് പറയേണ്ടത്. അതിന് നമുക്ക് നമ്മൾ ഏറ്റവും മോശമായ സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖം വന്നിട്ട് നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെയൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ അതപേക്ഷിച്ച് എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. നമുക്ക് സ്വന്തം എന്ന് പറയാൻ അച്ഛനോ അമ്മയോ സഹോദരിയോ സഹോദരനോ ഹസ്ബൻഡോ മക്കളോ നമുക്ക് ആരെങ്കിലും സ്വന്തം എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഭാഗ്യം ചെയ്തവരാണ്. അതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയുകയാണ് വേണ്ടത്. നമുക്ക് കയറി കിടക്കാൻ വീടുണ്ട്, 3 നേരം ഭക്ഷണമുണ്ട്, മാറാൻ വേണ്ടിയിട്ട് തുണിയുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ദൈവത്തോട് നന്ദിയാണ് പറയേണ്ടത്. ആ ലൈഫിൽ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും കരഞ്ഞുകൊണ്ട് ഒരിക്കലും ജീവിക്കാൻ